ഇവരിൽ പലരുടെയും സൗന്ദര്യം നമ്മളെ ആകർഷിക്കാം, ബുദ്ധിപരമായ കഴിവുകളോട് നമുക്ക് ഭ്രമം തോന്നാം. പക്ഷേ പുരുഷനിൽ അധിഷ്ഠിതമാണ് നിങ്ങളുടെ ഭാവി. നിൻ്റെ കൂടെയുള്ള നിൻ്റെ പാർട്ട്ണറായ പുരുഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അഭിപ്രായ വ്യത്യാസം 100% മറുവശത്തിരിക്കുന്ന പുരുഷനെ അംഗീകരിച്ചുകൊള്ളണം എന്ന് ശാഠ്യം പിടിക്കരുത്. അത് നല്ലതല്ല. ആർത്തവത്തിന് തൊട്ട് മുൻപുള്ള ഒരാഴ്ചക്കാലം ഒട്ടേറെ സ്ത്രീകൾക്ക് ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ വരാം. ആ സമയത്ത് ചിലപ്പോൾ ശാരീരിക ബന്ധത്തിന് അവർ തയ്യാറാകുന്നില്ല. അപ്പോൾ ഈ സ്ത്രീയുടെ ശരീരത്തിലുണ്ടാകുന്ന ജൈവികമായ മാറ്റങ്ങൾ പുരുഷൻ തിരിച്ചറിയണം. ഡോക്ടർമാരുടെ ശരാശരി ആയുർദൈർഘ്യം രോഗികളുടെ ആയുർദൈർഘ്യത്തെക്കാൾ 10 വർഷം കുറവാണ്. അപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞൊരു സംഗതി അതില്ലാത്ത ആളുകൾ കുറവാണ് കേരളത്തിൽ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പാശ്ചാത്യ ലോകത്തെ അമിത സ്വാതന്ത്ര്യം. ഇതാണ് നമ്മൾ കാണുന്ന ആകർഷകമായ ഘടകം. പക്ഷേ പലപ്പോഴും ഇത്തരത്തിലുള്ള സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന വ്യക്തികൾ, പുരുഷന്മാർ, ഒരു ആത്മാനുരാഗ വ്യക്തിത്വം ഉള്ളവരായിരിക്കും. ഇത് വളരെ വൈകിയായിരിക്കും ഇത്തരത്തിലുള്ള സ്ത്രീകൾ മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ഡോക്ടേഴ്സ് ഡേ. നമ്മളോടൊപ്പം ഇന്നുള്ളത് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഡോക്ടർ അരുൺ ബി നായർ. ഒരുപാട് തവണ മംഗളം ടി വിക്കൊപ്പം ഒരുപാട് വിവരങ്ങൾ പങ്കുവച്ച് നമ്മൾ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുള്ള ഡോക്ടറാണെന്ന് ചേരുന്നത്. ഡോക്ടർക്ക് സ്വാഗതം. ഒപ്പം ഇത്തവണ ആമുഖമായി പറഞ്ഞതുപോലെ ഡോക്ടേഴ്സ് ഡേയിൽ ഡോക്ടർമാരുടെ ആരോഗ്യം എന്നുള്ള വലിയൊരു തീമിലാണ് നമ്മൾ ആരോഗ്യ മേഖലയിലേക്ക് വരുമ്പോൾ വലിയ പ്രതിസന്ധികളിലേക്ക് അതിജീവിച്ച മലയാളികൾ, കേരളം, ഡോക്ടർമാർ. പക്ഷേ ഇപ്പോൾ ഈ ഒരു തീമിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രസക്തി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ഡോക്ടർ. തീർച്ചയായിട്ടും ഈ എല്ലാ വർഷവും ഈ ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ഇന്ത്യയിൽ ആചരിക്കപ്പെടാനുള്ളൊരു കാരണം തന്നെ ഒരു പ്രഗത്ഭനായൊരു ഡോക്ടർ വൈദ്യശാസ്ത്ര മേഖലയിൽ മാത്രം ഒതുങ്ങാതെ രാഷ്ട്രീയ മേഖലയിലും സ്വാതന്ത്ര്യ സമര മേഖലയിലും ഒക്കെ സ്വന്തം വ്യക്തിമുദ്ര ചാർത്തിയ ബിധാൻ ചന്ദ്ര റേ, ഡോക്ടർ BC റേയുടെ ജന്മദിനവും ചരമദിനവും ജൂലൈ 1 എന്നുള്ളതാണ്. ഓരോ വർഷത്തെയും കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ സന്ദേശവാചകങ്ങളായിട്ട് സ്വീകരിക്കപ്പെടാറുണ്ട്. ഈ വർഷത്തെ സന്ദേശവാചകം, ഡോക്ടേഴ്സ് ഡേയുടെ സന്ദേശവാചകം തന്നെ ബിഹൈൻഡ് ദ മാസ്ക് ഹൂ വിൽ ഹീൽ ദ ഹീലേഴ്സ് എന്നുള്ളതാണ്. ഈ ഒരു മാസ്കിൻ്റെ പുറകിൽ ഡോക്ടർമാരനുഭവിക്കുന്ന മാനസികവും ശാരീരികമായ ആരോഗ്യ പ്രശ്നങ്ങളും അവരെ ആര് സഹായിക്കും എന്നുള്ളൊരു ചോദ്യമാണ്. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നടത്തിയൊരു പഠനത്തിൽ ഡോക്ടർമാരുടെ ശരാശരി ആയുർദൈർഘ്യം രോഗികളുടെ ആയുർദൈർഘ്യത്തെക്കാൾ 10 വർഷം കുറവാണ് എന്ന് കാണുകയുണ്ടായി. അത് കേരളത്തിലെ ഒരു പഠനം സൂചിപ്പിച്ചത് 75 വയസ്സ് വരെയാണ് കേരളീയരുടെ ശരാശരി ആയുർദൈർഘ്യമെങ്കിൽ കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറുടെ ആയുർദൈർഘ്യം 62 വയസ്സാണെന്നുള്ളതാണ്. ഇത് പലരും വളരെ ഞെട്ടലോടെ കണ്ടൊരു കാര്യമാണ്. ഈ ചികിത്സിക്കുന്ന ആൾ തന്നെ 13 കൊല്ലത്തിന് മുൻപ് എക്സിറ്റായി പോകുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് 27% ഡോക്ടർമാരെങ്കിലും 45 വയസ്സിനും 65 വയസ്സിനും ഇടയ്ക്ക് ഹൃദയാഘാതം വന്ന് മരണപ്പെടുന്നു. എന്താണ് ഡോക്ടറുടെ ഒരു സംഘർഷം വരാനുള്ള കാരണം? പ്രത്യേകിച്ചും ഡോക്ടറുടെ സൂചിപ്പിച്ചതുപോലെ പല മേഖലയിലെയും എക്സ്പേർട്ടുകൾ, വിദഗ്ധർമാർ ഇത്തരത്തിൽ പെട്ടെന്ന് നമ്മൾ ഇടയിൽ നിന്നും പോയി എന്ന് കേൾക്കുമ്പോൾ, വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്തുകൊണ്ട് അവർക്കത് അറിയാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്കത് സംഭവിച്ചു. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണ്? പ്രധാന കാരണം ജീവിതശൈലിയുടെ പ്രശ്നം തന്നെയാണ്. കാരണം ഈ ഡോക്ടർമാരുടെ തൊഴിലിനെ കുറിച്ച് സമൂഹം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിൽ കാരുണ്യം, അനുതാപം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളോടൊപ്പം സമയം നോക്കാതെ ജോലി ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പം അത് പണ്ടൊരു കാലത്ത് ഡോക്ടർമാർ കുറവുള്ള ഒരു സാഹചര്യത്തിൽ അതിൽ പ്രസക്തി ഉണ്ടായിരുന്നു. കാരണം ഒരു നഗരത്തിൽ 1-2 ഡോക്ടർമാർ മാത്രം ഉള്ളപ്പോൾ രാത്രിയിൽ ചെന്ന് വിളിച്ചാൽ ഡോക്ടർ രോഗിയെ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിരുന്നു. പക്ഷേ കാലം മാറി, സാഹചര്യങ്ങൾ മാറി. ഇന്ന് ധാരാളം ഡോക്ടർമാർ, ഓരോ ചതുരശ്ര അടി എടുത്താൽ പോലും ഒന്നിലധികം ഡോക്ടർമാരുള്ളൊരു അവസ്ഥയിലേക്ക് കേരളം പോലെ ഒരു സംസ്ഥാനം മാറിക്കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഡോക്ടർമാർ രാത്രിയിൽ വിളിച്ചാലും അറ്റൻഡ് ചെയ്യണം, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഫോൺ വിളിച്ചാൽ എടുക്കണം. അപ്പോൾ അത്തരത്തിലൊരു 24 മണിക്കൂർ ജോലിയായി തന്നെ ഇത് എല്ലാ കാലവും തുടരണമെന്ന് പറയുമ്പോൾ ഡോക്ടർമാരുടെ ശരീരവും സാധാരണ മനുഷ്യൻ്റെ ശരീരം പോലെ തന്നെയാണ്. അപ്പോൾ ഈ സ്ലീപ്പ് ഡിപ്രൈവേഷൻ, ഉറക്കമില്ലായ്മ, അതാണ് പലപ്പോഴും ഡോക്ടർമാരുടെ ആരോഗ്യത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സംഗതി. ഇപ്പോൾ ഈ ഉറക്കം കുറയുമ്പോൾ ശരീരത്തിൽ ചില പ്രത്യേക രാസവസ്തുക്കളുടെ ഉൽപ്പാദനം കൂടുന്നു. കാറ്റക്കോളമീൻസ് എന്ന് പറയുന്ന അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, ഇത് രക്തസമ്മർദ്ദം കൂട്ടാൻ കാരണമാകുന്നു. സ്റ്റിറോയിഡ് വിഭാഗത്തിൽപ്പെടുന്ന ഹോർമോണുകളും ഗ്ലൂക്കഗോൺ തുടങ്ങിയ ഹോർമോണുകളും ഇതിൻ്റെ അളവ് കൂടുമ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും.
സ്വാഭാവികമായി ഈ രണ്ട് ഘടകങ്ങളും ഹൃദയ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. ഇത് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. രണ്ട്, ഡോക്ടർമാരുടെ വർക്ക് ലൈഫ് ബാലൻസ്. ഇപ്പോൾ ലോകം എമ്പാടും പറയുന്ന എല്ലാ തൊഴിൽ മേഖലയിലും തൊഴിലെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇത് കൂടാതെ ഒരു വ്യക്തി ജീവിതം, കുടുംബജീവിതം, സ്വന്തം വിനോദങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടെ സത്യത്തിൽ ഡോക്ടർമാർക്ക് ഒന്നിനും സമയം തികയുന്നില്ല. അത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സമയം തികയുന്നില്ല എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ സ്വന്തമായിട്ട് അതിനുള്ള സമയം കണ്ടെത്തണം. അത് ഡോക്ടർമാരുടെ തന്നെ ഉത്തരവാദിത്തമാണ്. കാരണം തീർച്ചയായിട്ടും ഒരു ഡോക്ടർ നന്നായി അധ്വാനിക്കുന്ന ഒരു ഡോക്ടറിനെ കിട്ടിയാൽ ഒരു ആശുപത്രി കൃത്യമായിട്ട് ആ ഡോക്ടറുടെ സേവനത്തെ ഉപയോഗപ്പെടുത്തും, രോഗികൾ ഉപയോഗപ്പെടുത്തും. ഇതെല്ലാം ശരിയാണ്. പക്ഷേ ആ ഡോക്ടറുടെ സേവനം ദീർഘകാല അടിസ്ഥാനത്തിൽ കിട്ടണമെങ്കിൽ ആ ഡോക്ടറുടെ ആരോഗ്യം, ഡോക്ടറുടെ വർക്ക് ലൈഫ് ബാലൻസും പ്രധാനമാണ്. ഇല്ലെങ്കിൽ ഡോക്ടർ കൃത്യമായിട്ട് ഉറങ്ങുന്നില്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ വന്ന് രോഗിയെ പരിശോധിക്കുമ്പോൾ ഡോക്ടറുടെ ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റിൽ തകരാറ് വരാം. അതുകൊണ്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം പറഞ്ഞിട്ടുണ്ട്, രാത്രിയിൽ ജോലി ചെയ്ത ഡോക്ടർ പിന്നെ അതിനുശേഷം ഒരു 12 മണിക്കൂർ വിശ്രമിച്ചിട്ട് പിന്നെ രോഗിയെ കാണാവൂ. ഡോക്ടറുടെ ആരോഗ്യം മാത്രമല്ല, രോഗിയുടെ ആരോഗ്യത്തിനും അത് അത്യാവശ്യം. പക്ഷേ അത് നടപ്പാകുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് നമുക്ക് സത്യം പറയേണ്ടി വരും. അതെ, പല സാഹചര്യങ്ങളും നടപ്പാവില്ല. പക്ഷെ ആ ഒരു രീതിയിലേക്കുള്ള ഒരു മാറ്റം വരണം. അതിന് തീർച്ചയായിട്ടും സർക്കാർ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റുകൾ അത് ശ്രദ്ധിക്കണം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പോലെയുള്ള പ്രൊഫഷണൽ ബോഡീസും ഡോക്ടർമാരുടെ ദീർഘകാല തരത്തിലുള്ള ഒരു കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ അവരുടെ ഉറക്കം ക്രമമാകണം, അവരുടെ വർക്ക് ലൈഫ് ബാലൻസ് കൃത്യമായിരിക്കണം. അങ്ങനെ തന്നെ ഉണ്ടാകേണ്ടത് അത്യാവശ്യം. ഡോക്ടർ, മറ്റൊരു സംശയം, ഈ കൊറോണയ്ക്ക് ശേഷം മാനസികാരോഗ്യത്തിൽ കാര്യമായി എല്ലാവർക്കും മാറ്റം വന്നിട്ടുണ്ട്. ഡോക്ടർമാരെ സംബന്ധിച്ചും നേരത്തെ പറഞ്ഞാൽ അവരും മനുഷ്യരാണ്, അവർക്കും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട്. ഇതിനിടയിലാണ് ആഫ്രിക്കയിലൊക്കെ മാത്രം കാണുന്ന എബോളയും ഇപ്പോൾ നിപ്പ, വീണ്ടും ഷിഗല്ല, അങ്ങനെ ഒരുപാട് പകർച്ചവ്യാധികളുടെ ഒരു ആശങ്കയിലൂടെ കേരളം പോകുന്നത്. നേരത്തെ രാഷ്ട്രീയം മാറ്റി നിർത്തി പറഞ്ഞാൽ കേരളം വെന്റിലേറ്ററിലായിരുന്നു, ICUലായിരുന്നു എന്നുള്ളതായിരുന്നു നേരത്തെയുള്ള ചർച്ച. ഇപ്പോൾ ഭരണകൂടം മാറി, പുതിയ സർക്കാർ വന്നു, പുതിയ ബജറ്റ് വന്നു. പക്ഷേ ആരോഗ്യ മേഖല ഏറ്റവും പ്രധാനമാണെന്നിരിക്കെ ആ വഴിക്കുള്ള ശ്രദ്ധ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട്. ഇപ്പോഴും വീര്യം കുറഞ്ഞ മദ്യം, അതിന്മേലുള്ള ചർച്ചകളിൽ കാര്യങ്ങൾ നടക്കുകയാണ്. ആരോഗ്യ മേഖലയുടെ ആ ഒരു ശരിയായ ഫോക്കസിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ആരോഗ്യ മേഖല എന്ന് പറയുന്നതിന് പ്രാധാന്യം ലഭിക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ മാത്രമാണ്. കാരണം ആരും ആശുപത്രിയിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു മനുഷ്യനും. അതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് എൻ്റർടൈൻമെൻറ്റുകളടക്കം പല കാര്യങ്ങളും ജീവിതത്തിൽ ദിവസേന നമ്മളെ ബാധിക്കുന്നതാണ്. പക്ഷെ ഒരു ആരോഗ്യ പ്രശ്നം വന്നാൽ ബാക്കിയുള്ളതൊക്കെ അപ്രസക്തമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം, സമൂഹത്തിൻ്റെ ആരോഗ്യം, ഇത് നിലനിർത്താൻ വേണ്ട മുൻകരുതലുകൾ ഓരോ പൗരനും സ്വന്തം ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുക്കണം. ഭരണകൂടം ചെയ്യേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. സാമൂഹ്യ വ്യവസ്ഥിതിയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന വകുപ്പുകളും സ്ഥാപനങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇതോടൊപ്പം പ്രധാനമാണ് മൂന്നാമത് വ്യക്തി സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഇതിൽ പാരിസ്ഥിതിക ബുദ്ധി അല്ലെങ്കിൽ എക്കോളജിക്കൽ ഇൻ്റലിജൻസ് എന്നുള്ളൊരു സംഗതി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ലോകമെമ്പാടും പ്രസക്തമായി വരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ആഗോള താപനം, ഗ്ലോബൽ വാർമിംഗ്, ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ലോകമെമ്പാടും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇന്ന് ചർച്ചാ വിഷയമാണ്. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന സംഗതി ആരോഗ്യത്തെ ബാധിക്കുന്നൊരു കാര്യമാണ്. കാരണം ഈ ചൂട് ഓരോ വർഷം കഴിയുന്തോറും കൂടി വരുമ്പോൾ ഈ ചൂട് വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ആളുകളുടെ ഉറക്കം കുറയുന്നു, ശരീരത്തിലെ ലവണങ്ങളുടെ അളവിൽ വ്യത്യാസം വരുന്നു. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു പരിധി വരെ നമുക്ക് കുറേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പറ്റും. ഇപ്പം മാലിന്യ സംസ്കരണം ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യങ്ങൾ സമൂഹത്തിന്, ഭൂമിക്ക് ബാധ്യതയാകാതെ സ്വയം എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യണം, വ്യക്തിപരമായൊരു ഉത്തരവാദിത്വമായിട്ട് എടുക്കേണ്ടതാണ്. ഇപ്പോൾ എയർ കണ്ടീഷൻ അടക്കമുള്ള സംഗതികൾ ധാരാളമായിട്ട് വയ്ക്കുമ്പോൾ അത് ആഗോള താപനത്തിന് കൂടുതൽ വഷളാകുന്ന ഒരവസ്ഥയാണ് സംഭാവന ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനെ സ്വാഭാവികമായ രീതിയിൽ എങ്ങനെ പരിഹരിക്കാം? ചില മരങ്ങളും ചെടികളും ഒക്കെ നട്ട് വളർത്തി സ്വന്തം ഒരു വീട്ടിനുള്ളിൽ തന്നെ ഒരു എയർ കണ്ടീഷണർ ആവശ്യമില്ലാത്ത രീതിയിലേക്ക് ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കാം. അതേപോലെ ഒരു കാർഷിക സ്വയം പര്യാപ്തതയും ആരോഗ്യവും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ്. ഇപ്പോൾ ഒരു കൺസ്യൂമർ സ്റ്റേറ്റായിട്ട് നിൽക്കുന്ന കേരളത്തിൻ്റെ അവസ്ഥ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുന്നുണ്ട്. നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കുന്നത് മൂലം കുട്ടികളിലടക്കം വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞൊരു സംഗതി, അതില്ലാത്ത ആളുകൾ കുറവാണ് കേരളത്തിൽ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ അശാസ്ത്രീയമായ ഭക്ഷണക്രമമാണ്. ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് കൃഷി ചെയ്ത്
ചില പഴവർഗ്ഗങ്ങളും കുറച്ച് പച്ചക്കറികളും എങ്കിലും ഉൽപ്പാദിപ്പിച്ച് അത് മാലിന്യമില്ലാത്ത രീതിയിൽ വിഷവസ്തുക്കളിൽ മുക്കാത്ത തരത്തിൽ സ്വന്തമായിട്ട് അത് ഭക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ അത് നമ്മുടെ ആരോഗ്യത്തെ ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വാധീനിക്കുന്ന ഒരു സംഗതിയാണ്. അർബുദ രോഗം വളരെ വ്യാപകമായി വരുന്നതിൻ്റെ പുറകിലും ഈ ഭക്ഷ്യവസ്തുക്കളിലുള്ള മായം ചേർക്കലും മാലിന്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പം ഇതിനെയൊക്കെ ഒരു പരിധി വരെ മറികടക്കാൻ വ്യക്തികളെന്നുള്ള നിലയിൽ നമുക്ക് സാധിക്കും. ആ ഒരു മുൻകൈ നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുമ്പോഴും ഇപ്പോൾ കേരളത്തിൽ അടുത്തിടെ നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ വലിയ ആശങ്ക ഉണ്ടാവുകയാണ്. ഒരുപാട് അമ്മമാർ തന്നെ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നൊരവസ്ഥ, അച്ഛന്മാർ തന്നെ മക്കളെ പൂർണ്ണമായി ഉപദ്രവിക്കുന്നൊരവസ്ഥ, പലതരത്തിൽ ഒന്നോ രണ്ടോ വാർത്തകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന സംഭവങ്ങൾ നിരന്തരമായി ആവർത്തിക്കുന്നു. പിന്നെ ഈ അവിഹിതം എന്ന വാക്കിന് വളരെ പ്രാധാന്യം കൂടി. സ്വന്തം കുടുംബത്തിൽ സുരക്ഷിതത്വം ഇല്ലായ്മയാണോ, അല്ലെങ്കിൽ കേൾക്കാൻ ആളില്ലെന്നൊരു തോന്നലാണോ, അതോ മാനസിക പ്രശ്നം കൊണ്ടാണോ, അതോ ആൾക്കാരുടെ കമൻറ്റുകൾ കണ്ട് അഹങ്കാരം കൊണ്ട് അവളത് ചെയ്തു അവനത് ചെയ്തു, ഇതിൽ എന്താണ് ശരിക്കും ഈ ഓരോ പ്രശ്നങ്ങളും പല വാർത്തകളും കാണുമ്പോൾ ഡോക്ടറിന് എന്താണ് തോന്നുന്നത്, എന്താണ് റൂട്ട് എന്തായിരിക്കും? അപ്പോൾ ഈ കുടുംബ ബന്ധത്തിൻ്റെ ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു കുടുംബം തുടങ്ങുമ്പോഴത്തേക്ക്, ഇപ്പം കുടുംബം എന്ന് പറഞ്ഞ സംഗതി തന്നെ അടിസ്ഥാനപരമായ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. ഇപ്പം ഭൂമി നമ്മുടെ അവകാശത്തിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നിൽക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്നാണ് ഈ കുടുംബം എന്നൊരു സംഗതി വരുന്നത്. പക്ഷേ അത് മനോഹരമായൊരു കാര്യമായിരുന്നു. കാരണം അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന ഒരു കുടുംബം. അപ്പോൾ അച്ഛനും അമ്മയും മാതൃക കാണിക്കുന്ന വഴിയിലൂടെ മക്കൾ വികസിച്ചു വരുന്നു, മക്കളെ നന്നായി നോക്കുന്നു, മക്കൾ നാളെ അച്ഛനെയും അമ്മയും വയസ്സാകുമ്പോൾ നോക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു ആശയമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഒരു പാശ്ചാത്യവൽക്കരണം നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ പാശ്ചാത്യ ലോകത്തിലെ കുറേയധികം വശങ്ങൾ, വളരെ ഉപരിപ്ലവമായി ബാഹ്യമായി ആകർഷകമായി തോന്നുന്ന ചില വശങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നു. പക്ഷേ അത്ര പ്രകടമല്ലാത്ത മറ്റു ചില വശങ്ങളുണ്ട്, നല്ല വശങ്ങളുണ്ട് പാശ്ചാത്യ സംസ്കാരത്തിൽ. ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പാശ്ചാത്യ ലോകത്തെ അമിത സ്വാതന്ത്ര്യം, ഇതാണ് നമ്മൾ കാണുന്ന ആകർഷകമായ ഘടകം. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിൽ ജീവിതത്തിനൊരു അച്ചടക്കം എന്നൊരു സംഗതിയുണ്ട്, ഇത് നമ്മൾ കാണുന്നില്ല. അതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനാവശ്യമായി കയറി ഇടപെട്ട് അവരെ സംസാരിച്ച് മുഷിപ്പിച്ച് വഷളാക്കി അവരുടെ മാനസികാരോഗ്യം തകർക്കുന്ന, കുശുമ്പും കുന്നായ്മയും പറയുന്ന, പരദൂഷണം പറയുന്ന ഈ സംസ്കാരമൊന്നും പാശ്ചാത്യ ലോകത്തില്ല. പക്ഷെ അതൊന്നും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കുടുംബത്തിനുള്ളിൽ ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ വ്യാപകമായതോടെ ഓരോരുത്തരും അവരവരുടെ ദ്വീപുകളിലേക്ക് ഒതുങ്ങുന്ന ഒരവസ്ഥ. അച്ഛൻ്റേതായ ഒരു ഡിജിറ്റൽ ലോകം, അമ്മയ്ക്ക് അമ്മയുടേതായ, കുട്ടികൾക്ക് അവരുടേതായ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പരസ്പരം ഉണ്ടായിരുന്ന ഒരു ആശയവിനിമയത്തിൻ്റെ സ്പേസ് കുറഞ്ഞു. അപ്പോൾ സ്വന്തം പങ്കാളിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്, തൊഴിൽ മേഖലയിൽ എന്താണ് സംഭവിക്കുന്നത്, ആ വ്യക്തി ആരെയൊക്കെ പരിചയപ്പെട്ടു, ഈ പരിചയപ്പെട്ട വ്യക്തികൾ അവരിൽ എന്തൊക്കെ സ്വാധീനം ചെലുത്തുന്നു, ഇത് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. ഇനി അഥവാ ജീവിത പങ്കാളി എന്തെങ്കിലും ഒരു പ്രയാസം പറഞ്ഞു തുടങ്ങിയാൽ തന്നെ പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദം കൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഭർത്താവ് ഒരുപക്ഷെ അത് കേൾക്കാൻ തയ്യാറാകില്ല. ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സമാധാനം കളയരുത് എന്ന് പറഞ്ഞ് ആ സംസാരം അവസാനിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി താങ്കൾ പറഞ്ഞൊരവസ്ഥ വരികയാണ്. കേൾക്കാൻ ആളില്ലാത്തൊരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബത്തിന് പുറത്ത് കേൾക്കാൻ ആളുകളെ തിരഞ്ഞു പോകും. പക്ഷെ അത് അതിനേക്കാൾ അപകടമായി മാറും, വലിയ അപകടമായി മാറും. കാരണം അതൊരു ചൂഷണ സ്വഭാവമുള്ള ബന്ധങ്ങളിലേക്കാണ് പലപ്പോഴും പോകുന്നത്. കാരണം ഇന്ന് നമ്മൾ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് വിവാഹിതരായ സ്ത്രീകളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് ബന്ധങ്ങൾ സ്ഥാപിച്ച് എല്ലാ അർത്ഥത്തിലും അവരെ ചൂഷണം ചെയ്തു പോകുന്ന ചില വ്യക്തികൾ സമൂഹത്തിലുണ്ട്. ആ വ്യക്തികൾ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, വിവാഹിതയായ സ്ത്രീയാണെങ്കിൽ സൗകര്യമാണ്, തലയിലാകില്ല, വിത്ത് ഇൻവേർട്ടഡ്, അങ്ങനെ ഒരു വാചകം അവർ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും നമുക്കവരെ ചൂഷണം ചെയ്യാം, ലൈംഗികമായും സാമ്പത്തികമായും വൈകാരികമായും ഒക്കെ ചൂഷണം ചെയ്തിട്ട് ഒരിക്കലും തങ്ങൾക്ക് അവരൊരു ബാധ്യതയായി മാറില്ല എന്നുള്ള ആ ഒരു സുരക്ഷിതത്വത്തിനെ ചൂഷണം ചെയ്തുകൊണ്ട് പോവാണ്. മറുവശത്ത് ഇതിൽ വീണു പോകുന്ന വ്യക്തികൾ അവർ പലപ്പോഴും ഒരു വൈകാരിക അടിമത്തത്തിലേക്ക് തന്നെ പോകും. പലപ്പോഴും ഇത്തരത്തിലുള്ള സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന വ്യക്തികൾ, ആ പുരുഷന്മാർ, ഒരു ആത്മാനുരാഗ വ്യക്തിത്വം ഉള്ളവരായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ധാരാളം സ്ത്രീകൾ തങ്ങൾക്ക് വൈകാരികമായി അടിമപ്പെടുന്നു എന്ന് കാണും, അവരുടെ സെൽഫ് എസ്റ്റീം, ആത്മവിശ്വാസം കൂടുക. പരമാവധി സ്ത്രീകളിലേക്ക് തൻ്റെ സ്വാധീനം വ്യാപിപ്പിക്കുക വഴി താനൊരു മഹാനാണെന്ന് സ്വയം തോന്നുന്നൊരവസ്ഥ. പക്ഷെ ആ വ്യക്തികൾക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. ഇത് വളരെ വൈകിയായിരിക്കും ഇത്തരത്തിലുള്ള സ്ത്രീകൾ മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം അവരവരുടേതായ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ മനസ്സുകൊണ്ട് അവർക്ക് അടിമപ്പെട്ട ഈ സ്ത്രീകൾ പെട്ടെന്ന് വൈകാരികമായി ഒരു തകർച്ചയിലേക്ക് പോകുന്നു, വിഷാദത്തിലേക്ക് പോകുന്നു. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് സംഭവിക്കുന്നുണ്ട്. വിവാഹിതരായ പുരുഷന്മാരെ കൃത്യമായിട്ട് നോക്കി സ്വാധീനിക്കുന്ന സ്ത്രീകളും ഉണ്ട്, ഒരു ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന പ്രശ്നം
പരസ്പരമുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വന്നൊരു വിടവാണ്. അത് പരിഹരിക്കുകയാണ് ഇതിൻ്റെ ഒരു കുടുംബ ബന്ധങ്ങളിൽ നിന്നും നമ്മൾ ലിവിങ് ടുഗദർ കല്യാണത്തിലേക്കും വന്നാൽ ഇപ്പോൾ ആറ്റുകാലം സംഭവിച്ചത് വിവാഹം കഴിഞ്ഞ പെൺകുട്ടിക്കാണ് നീതി നിഷേധം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തക ജീവനൊടുക്കിയത് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിനെ തുടർന്നായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ രണ്ടിടത്തും സുരക്ഷിതമല്ല എന്നുള്ളതാണ്. തർക്കങ്ങൾ നടക്കുമ്പോൾ ഇതാണെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ അത് സംഭവിക്കില്ല എന്ന് പറയും. ഇപ്പോൾ രണ്ടിടത്തും സംഭവിച്ചിരിക്കുന്നത് സുരക്ഷിതമെന്ന് കരുതിയിടത്തുമില്ല, സുരക്ഷിതമല്ലാത്തടത്തുമില്ല. അപ്പോൾ ഈ ലിവിങ് ടുഗദർ, ഈ വിവാഹ ബന്ധങ്ങൾ, ഇങ്ങനെ പെൺകുട്ടികൾ എന്തുകൊണ്ട് അത് ഞാൻ സ്നേഹിച്ചു പോയി, എനിക്കതുകൊണ്ട് ഇനി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നു, ഇങ്ങനെ സ്വന്തം ജീവൻ വില കൊടുത്തുകൊണ്ട്, അത് സ്ത്രീയായാലും പുരുഷനായാലും, ഈ ആത്മഹത്യ ഒരു പരിഹാരമോ? ഇതൊരു പരിഹാരമല്ല എന്ന് ഡോക്ടർ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാം? ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇത് അറിഞ്ഞോ അറിയാതെയോ ദശാബ്ദങ്ങളായിട്ട് ഒരു സ്ത്രീ വിരുദ്ധത നമ്മുടെ വിവാഹം അടക്കം, അല്ലെ കുടുംബം എന്ന സങ്കല്പത്തിൽ അടക്കം അന്തർലീനമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ വളരെ ചെറുപ്രായത്തിൽ ഒരു പെൺകുട്ടി ജനിച്ചാൽ അവൾക്ക് അറിവ് വെച്ച കാലം തൊട്ട് അവളുടെ അമ്മ തന്നെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു വിവാഹം എന്നൊരു സംഗതിയുണ്ട്, അതാണ് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, അതിനുവേണ്ടി ഒരുങ്ങുക, അതിനുവേണ്ടി തയ്യാറെടുക്കുക, സ്വർണം ഉണ്ടാക്കുക, കല്യാണം ഏറ്റവും ആഡംബരമായി നടത്തുക. അപ്പം അങ്ങനെ ആ പെൺകുട്ടിയുടെ മനസ്സിൽ തന്നെ ഈ വിവാഹം അല്ലെങ്കിൽ വിവാഹ ജീവിതം ഇതാണ് പരമപ്രധാനം, ഇതിന് പുറത്ത് മറ്റൊരു ജീവിതമില്ല എന്ന തരത്തിലുള്ളൊരു വിധേയത്വം, ഒരു അടിമത്വ മനോഭാവം മുതിർന്ന സ്ത്രീകൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു. പുരുഷ ആധിപത്യമുള്ള സമൂഹം അതിനെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊരു വശമാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പോൾ ഒരു ഈ വിവാഹം എന്ന് പറയുന്ന ആ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി സ്ത്രീധനം അല്ലെങ്കിൽ സമ്മാനം അല്ലെങ്കിൽ സ്വത്ത് വീതം വെക്കുക, എന്ത് പേരിട്ട് അതിനെ വിളിച്ചാൽ പോലും ഇതിലൊരു സാമ്പത്തിക ക്രയവിക്രയത്തിൻ്റെ ഒരു സംഗതി അതിൽ ഒളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന രണ്ട് സംഭവങ്ങൾ ഒന്നിൽ അത്തരത്തിലുള്ളൊരു വശം വളരെ പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്നു. ഇനി ലിവിങ് ടുഗദർ എന്നൊരു സംഗതിയിലേക്ക് വന്നാൽ അവിടെയും തീർച്ചയായിട്ടും പുരുഷനൊരു ആധിപത്യമുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെ അടിസ്ഥാനപരമായിട്ടൊരു പുരുഷനിൽ അധിഷ്ഠിതമാണ് നിങ്ങളുടെ ഭാവി. നിൻ്റെ കൂടെയുള്ള നിൻ്റെ പാർട്ട്ണറായ പുരുഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ പുരുഷൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളെയും സഹിച്ചു മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നീ ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞോ അറിയാതെയോ ഒളിഞ്ഞും തെളിഞ്ഞും കുടുംബത്തിനുള്ളിൽ നിന്ന് തന്നെ കിട്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സ്ത്രീ പുരുഷ ബന്ധത്തിൽ അതിൽ പരസ്പരമുള്ളൊരു സ്നേഹത്തിന് 4 തൂണുകളുണ്ടെന്ന് പറയും. ആ 4 തൂണുകൾ പ്രധാനപ്പെട്ടൊരു തൂണ് ആ ബന്ധത്തിലെ ജനാധിപത്യമാണ്, ഡെമോക്രസിയാണ്. അഭിപ്രായം പറയാനും അഭിപ്രായ വ്യത്യാസം പറയാനും അഭിപ്രായ വ്യത്യാസം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള അവകാശമാണ്. അഭിപ്രായ വ്യത്യാസം 100% മറുവശത്തിരിക്കുന്ന പുരുഷനെ അംഗീകരിച്ചോളണം എന്ന് ശാഠ്യം പിടിക്കരുത്, അത് നല്ലതല്ല. പക്ഷെ അത് കേൾക്കാനുള്ള ഒരു അവസ്ഥയെങ്കിലും വേണം. ഇതോടൊപ്പം രണ്ടാമത്തെ ഒരു സംഗതി ഇൻറ്റിമസി അല്ലെങ്കിൽ ആത്മബന്ധം എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്നപ്പോൾ നിങ്ങളുടെ താല്പര്യം മാത്രം സംരക്ഷിച്ച് മുന്നോട്ട് പോയിരുന്നു. നിങ്ങളൊരു വിവാഹ ജീവിതത്തിലാകുന്ന ഒരു പ്രണയത്തിലാകുമ്പോൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ താല്പര്യം കൂടെ സംരക്ഷിക്കേണ്ട ബാധ്യത ഉണ്ടാകുന്നു. അതാണ് ഇൻറ്റിമസി. രണ്ടാമത്തെ പാഷനാണ്, ശാരീരിക ആകർഷണമാണ്. ഇത് തീർച്ചയായിട്ടും ഒരു പ്രണയത്തിൽ വിവാഹത്തിൻ്റെ തുടക്കത്തിൽ ഇത് തീവ്രമായിരിക്കും. പക്ഷേ കാലാന്തരത്തിൽ ഇതിൻ്റെ തീവ്രത കുറഞ്ഞു വരും. അത് ആ പരസ്പരമുള്ള ഒരു പാഷൻ റീഡിസ്കവർ ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രധാന സംഗതിയാണ്. നാലാമത്തേത് കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രതിബദ്ധതയാണ്. നമ്മളൊരു പ്രണയത്തിലായിരിക്കുമ്പോൾ, വിവാഹ ജീവിതത്തിലായിരിക്കുമ്പോൾ തന്നെ മറ്റനവധി വ്യക്തികളെ ഇവരിൽ പലരുടെയും സൗന്ദര്യം നമ്മളെ ആകർഷിക്കാം, ബുദ്ധിപരമായ കഴിവുകളോട് നമുക്ക് ഭ്രമം തോന്നാം. പക്ഷേ അവിടെയെല്ലാം ആരോഗ്യകരമായ അതിർവരമ്പുകൾ വെച്ചിട്ട് നിങ്ങളുടെ ഈ കുടുംബജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പ്രണയബന്ധം തകർന്നു പോകാതെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത നിങ്ങളുടേതാണ്. അപ്പോൾ ഈ 4 തൂണുകളും കൃത്യമായി ഉറപ്പുവരുത്തി മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ ഒരു പ്രണയം അത് നന്നായിട്ട് മുന്നോട്ട് പോകും. അത് മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ കൂടെയാണ്. അവിടെയൊക്കെ തൻ്റെ അഭിപ്രായം അസർട്ട് ചെയ്യാനുള്ളൊരു അവകാശം സ്ത്രീകൾക്ക്. നമ്മുടെ ഇൻറ്റിമസിയെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഈ മാനസികവും ശാരീരികവുമായ ഘടകങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ സർക്കാരിൻ്റെ തന്നെ 3 മാസം കഴിഞ്ഞു, ഹണിമൂൺ കഴിഞ്ഞു എന്നുള്ള തർക്കങ്ങൾ രാഷ്ട്രീയത്തിൽ പോലും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നമ്മൾ കേൾക്കുന്നതാണ്. ഈ ഒരു റീഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ബന്ധങ്ങളെ? കാരണം പ്രണയം എന്ന് പറയുമ്പോൾ അതൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് മാത്രമല്ല, പരസ്പരമുള്ള ഷെയറിങ്ങും കെയറിങ്ങും കൂടിയൊക്കെയാണെന്ന് എന്തുകൊണ്ട് തിരിച്ചറിയാതെ പോകുന്നു? സ്ത്രീകൾ പ്രസവത്തിന് ശേഷമൊക്കെ പല സ്ത്രീകളും ആശങ്കയോടെയും സങ്കടത്തോടെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പഴയൊരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സ്ട്രെങ്ത് ഇപ്പോൾ ഇല്ല. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അങ്ങനെയുള്ള ആശങ്കകൾ സ്ത്രീകൾക്ക് വേറെ. സ്ത്രീകളെ എന്തുകൊണ്ട് അങ്ങനെ പിന്നീട് മാറ്റി നിർത്തപ്പെടുന്നു എന്ന് പല സ്ത്രീകളും ചോദിക്കുന്നുണ്ട്. പുരുഷന്മാർക്കും സ്വാഭാവികമായും സമാനമായി തന്നെ അനുഭവങ്ങൾ ഉണ്ടാകാം. അതെന്തുകൊണ്ടാണ്? ഇതിൽ തീർച്ചയായിട്ടും ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ ലൈംഗികതയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷേ അതിലേക്ക് മാത്രം ആ ബന്ധം
ഒതുങ്ങിപ്പോകുമ്പോഴുണ്ടാകുന്ന ദുരന്തങ്ങൾ വളരെയധികമാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ പരസ്പരം കെയർ ചെയ്യുക, അതായത് മറ്റൊരു ജീവിയെ സ്വന്തം സ്വത്വത്തിൻ്റെ ഭാഗമായി തന്നെ അംഗീകരിച്ച് ആ വ്യക്തിയുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും പരിമിതികളും മനസ്സിലാക്കി അംഗീകരിച്ച് കൈപിടിച്ച് ആ പ്രതിസന്ധി ഘട്ടങ്ങൾ ഒരുമിച്ച് തരണം ചെയ്യുന്ന പോലത്തെ മനോഹരമായ ഒരു അവസ്ഥ വേറെയില്ല. അപ്പം ആ മനോഹാരിത പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നതിൻ്റെ പുറകിലും ഇവിടെ പ്രത്യേകിച്ച് കാലാകാലങ്ങളായിട്ട് ഒരു സ്ത്രീ എന്ന് പറയുന്ന പുരുഷന് ഉള്ള ഒരു ഉപഭോഗ വസ്തു എന്ന തരത്തിൽ സമൂഹത്തിലുള്ള ചിന്തകൾ, അത് ഡിജിറ്റൽ വ്യാപനം വന്നതോടുകൂടി അതിനെ ദൃശ്യരൂപത്തിൽ കാണാനും ആസ്വദിക്കാനുമുള്ള അനന്ത സാധ്യതകളും വരും. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു അമിതമായ അനാവശ്യമായ ഒരു പ്രാധാന്യം ഈ ശാരീരിക ഘടകങ്ങൾക്ക് മാത്രം വരുന്നത്. പല കാരണങ്ങൾ കൊണ്ടും ശാരീരിക ബന്ധത്തിനുള്ള താല്പര്യക്കുറവ് സ്ത്രീക്കും പുരുഷനും ഉണ്ടാകാം. സ്ത്രീകൾക്ക് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ആർത്തവത്തിന് തൊട്ട് മുൻപുള്ള ഒരാഴ്ചക്കാലം ഒട്ടേറെ സ്ത്രീകൾക്ക് ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ വരാം. ആ സമയത്ത് ചിലപ്പോൾ ശാരീരിക ബന്ധത്തിന് അവർ തയ്യാറാണെന്നില്ല. പോസ്റ്റ് പാർട്ടം, പ്രസവത്തിന് ശേഷം പൊടുന്നനെ ഈ പ്രജനന ഹോർമോണുകളുടെ അളവിൽ കുറവ് വരുമ്പോൾ അതിന് താല്പര്യമില്ലാത്തൊരു മെനോപോസ് സ്റ്റേജിൽ അത് തീർച്ചയായിട്ടും ഈ പെട്ടെന്ന് പ്രജനന ഹോർമോണുകൾ പൂർണ്ണമായിട്ട് അങ്ങ് അവസാനിക്കുന്ന ഒരു അവസ്ഥ വരും. ഒട്ടേറെ ശാരീരിക ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഈ സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ജൈവികമായ മാറ്റങ്ങൾ പുരുഷൻ തിരിച്ചറിയണം. അതിനനുസൃതമായിട്ട് പുരുഷൻ പൊരുത്തപ്പെടാൻ തയ്യാറാകണം. പുരുഷൻ്റെ ജീവിതത്തിലും ഇങ്ങനെ സംഭവിച്ചേക്കാം. ഇപ്പോൾ പുരുഷന് ശരിക്കും രക്തക്കുഴലുകൾ അടയുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ ലൈംഗിക താല്പര്യം കുറയ്ക്കാം. അത് പ്രമേഹവും പുകവലിയും അടക്കം ഒരുപാട് ഘടകങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അവിടെയും ഈ മാറ്റാൻ പറ്റുന്ന ഘടകങ്ങൾ, പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിച്ച് പരസ്പരം പിന്തുണയായി നിന്ന് അതിനെ മറികടന്നു പോകാനുള്ള ഒരു ഐകമത്യം എന്ന് പറഞ്ഞൊരു അവസ്ഥ രണ്ടുപേരും തമ്മിൽ. ലാസ്റ്റ് ചോദ്യത്തിലേക്ക് ഡോക്ടർ, ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ, ലഹരിക്കെതിരെ വലിയ പോരാട്ടം നടക്കുന്ന സമയമാണ്. ജീവിതമാണ് ലഹരി എന്ന് നമ്മുടെ തലമുറയോട് പറയണം. അതുപോലെ തന്നെ ഒരു അപകടമാണ് ഈ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം. നമ്മുടെ ഒരു തലമുറ, കുഞ്ഞുങ്ങളിലാണ് ഇനി പ്രതീക്ഷ, അവരും ഈ ഒരു തരത്തിലേക്ക് വീണു പോകുന്നു എന്നുള്ള ആശങ്ക. ഈ രണ്ട് കാര്യങ്ങളെ എങ്ങനെയാണ് നമുക്കിനി മനോഹരമായി കൈകാര്യം ചെയ്യാൻ പറ്റുക? ഇപ്പോൾ അപകടകരമായി കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് മാറി കുറെ കൂടി സമാധാനപരമായി എങ്ങനെ, വൈകാരികമായൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാം? തീർച്ചയായിട്ടും ലഹരി വസ്തുക്കളെ കുറിച്ച് പറഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ലഹരി വസ്തുക്കളുടെ വ്യാപനത്തിന് പ്രധാന കാരണമാണ്. കാരണം ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്കൊരു എഡിറ്റിംഗ് അല്ലെങ്കിൽ ഒരു സെൻസർഷിപ്പ് സംവിധാനമില്ല. അപ്പോൾ ഏത് വ്യക്തിക്കും എന്തിനെക്കുറിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോസ് ഇടാം, പോസ്റ്റ് ഇടാം. അദ്ദേഹത്തിന് വിവരമുള്ള കാര്യമാകണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാൻ കുറച്ച് വീഡിയോസ് അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവുമായി ബന്ധപ്പെട്ടിടുന്നു. എനിക്ക് നാളെ രാവിലെ തോന്നുകയാണ് റോക്കറ്റുകൾ എങ്ങനെ നിർമ്മിക്കണം എന്നൊരു വീഡിയോ ഞാൻ ഇടാൻ. അപ്പോൾ അത് കണ്ടിട്ട് അതൊരു വാസ്തവമാണെന്ന് ചിലരെങ്കിലും ധരിച്ചേക്കണം. കാരണം ഞാൻ മറ്റു പല മേഖലകളിലും ആധികാരികമായി പറയുന്നതുകൊണ്ട് ഇയാൾ ഈ മേഖലയും പഠിച്ചിട്ട് പറയുമെന്ന് ധരിക്കാം. പക്ഷെ അതിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ തെറ്റായ വിവരങ്ങൾ. അപ്പോൾ അത് പലപ്പോഴും നോക്കുമ്പോൾ ഈ ആരോഗ്യ മേഖലകളിൽ ഈ വിവരങ്ങൾ ഇടുന്ന വ്യക്തികളുടെ ആധികാരികത, വിദ്യാഭ്യാസ യോഗ്യത, അവർക്കിത് പറയാനുള്ള ഒരു അറിവ്, ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് സ്വീകരിക്കണോ തള്ളണോ എന്ന് തീരുമാനിക്കാൻ. അല്ലാതെ ആ വീഡിയോയുടെ ആകർഷണീയത കൊണ്ട് മാത്രം അതിൽ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കരുത് എന്നുള്ളതാണ്. ഇപ്പോൾ ലഹരി വസ്തുക്കൾ മാത്രമല്ല, മറ്റ് കാര്യങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പോലും ഇത് നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ കടന്നു വരേണ്ട ചില കാര്യങ്ങളുണ്ട്. 1-ാം ക്ലാസ് തൊട്ട് തന്നെ എന്തുകൊണ്ട് ലഹരി വസ്തുക്കൾ ആപൽക്കരമാകുന്നു, അത് ശരീരത്തിനെയും മനസ്സിനെയും സമൂഹത്തെയും എങ്ങനെ ബാധിക്കുന്നു. ഇപ്പോൾ ഒരു വ്യക്തിക്കൊരു രോഗം വന്നാൽ ആ വ്യക്തിക്കും ആ കുടുംബത്തിനും അത് പ്രശ്നമാണ്. പക്ഷേ ലഹരി വസ്തു ഉപയോഗിച്ചൊരു അക്രമ സ്വഭാവം കാണിക്കുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തിന് തന്നെ അപകടമായ രീതിയിലാണ് ഭവിക്കുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ സഹിതം വളരെ ചെറുപ്പത്തിലെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ വരണം. അല്ലാതെ കോളേജിൽ എത്തിയതിനു ശേഷം 2 ബോധവൽക്കരണ ക്ലാസ്സുകൾ നൽകിയത് കൊണ്ട് മാത്രം ആ ആശയം കൃത്യമായിട്ട് അകത്തോട്ട് പതിയുകയില്ല എന്നതാണ്. 2, ശരിക്കും ഒരു ഗുണദോഷ യുക്തി വിചാരം, ക്രിട്ടിക്കൽ തിങ്കിങ് എന്നൊരു സംഗതിയുണ്ട്. നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്നൊരു വിവരം അത് ശരിയോ തെറ്റോ, അതിൽ സത്യമെത്ര, അർത്ഥസത്യമെത്ര, അസത്യമെത്ര എന്ന് വിവേചിച്ചറിയാനുള്ളൊരു കഴിവിലേക്കും കുട്ടികളെ വളർത്തണം. ഇപ്പോൾ ഒരു വിവരവുമായി ബന്ധപ്പെട്ട ആധികാരിക സ്രോതസ് എന്താണ്? ഇപ്പോൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ലോകാരോഗ്യ സംഘടനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആധികാരികമായിട്ടുള്ള ഹെൽത്ത് ഏജൻസികളോ പറയുന്ന കാര്യങ്ങളെ വിശ്വസിക്കാം. അതുമായി ഒന്ന് താരതമ്യം ചെയ്തിട്ട് മാത്രമേ നമ്മുടെ മുൻപിൽ വരുന്ന ഈ വീഡിയോകളിലെ അറിവുകളെ തള്ളുകയോ കൊള്ളുകയോ ചെയ്യാവൂ. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ സത്യസന്ധമായ ആധികാരികമായ അറിവുകൾ നമുക്ക് ലഭിക്കും. ഈ തെറ്റായ അറിവുകൾ വിശ്വസിച്ച് അപകടത്തിൽ ചെന്ന് ചാടുന്ന, സ്വന്തം ആരോഗ്യത്തിന് തന്നെ അപകടം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ ഇത് സഹായകമാകും. ഏതായാലും അതുപോലെ തന്നെ വളരെ ലളിതമായി മനോഹരമായി തന്നെ കൃത്യമായി ഡോക്ടർ എല്ലാം വിശദമാക്കി തന്നു. ഈ ഒരു ഡോക്ടേഴ്സ് ഡേയിൽ ഡോക്ടർ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ ഡോക്ടർമാർക്കും ഒപ്പം
നമ്മളും അണിനിരക്കണം. വളരെയധികം നന്ദി ഡോക്ടർ, ഈ വിഷയത്തിൽ ഇത്രയും നേരം വിശദമായി സംസാരിച്ചത്.